ഭാഗം 39. എല്ലാ അറബി നഗരങ്ങളിലും ഏതൊരാൾക്കും ഏതാവശ്യത്തിനും എപ്പോഴും ഓടിയെത്താവുന്ന അത്താണിയായി സ്നേഹത്തിന്റെ ഒരു വടവൃക്ഷമുണ്ടാകും. അതിന്റെ തണൽ പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യക്കൂട്ടവും. അത്തരത്തിൽ ബത്ത മാർക്കറ്റിലെ മലയാളികൾക്ക് ഒരത്താണിയായ കുഞ്ഞിക്കായുടെ ഹോട്ടലിന്റെ മുന്നിലാണ് ഞാനന്ന് തളർന്നു വീണത്. നിങ്ങൾ നോക്കണേ, അള്ളാഹുവിന്റെ സ്നേഹവഴികൾ. തികച്ചും അപരിചിതമായ ആ ചന്തയിൽ എത്തിപ്പെട്ട എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും നടന്ന് എവിടെ വേണമെങ്കിലും എത്തിപ്പെട്ട് എവിടെയെങ്കിലും തളർന്നു വീഴാമായിരുന്നു. ആ പ്രാകൃത രൂപത്തിൽ ആരും എന്നെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. എന്നാൽ ഞാൻ എത്തേണ്ടത് കുഞ്ഞിക്കായുടെ മുന്നിലാണെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വഴിയിലൂടെ നടന്ന് മലബാർ റെസ്റ്റോറന്റ് മുന്നിലെത്തി വീണു. ബാക്കിയെല്ലാം അവൻ കുഞ്ഞിക്കായുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഈ കുഞ്ഞിക്കായുടെ മുറിയിലാണ്. അവിടെ എത്തി 3-ാം ദിവസമാണത്രേ ഞാൻ കണ്ണു തുറന്നത്. ബോധം ഉണരുമ്പോൾ എൻ്റെ കാലിനും ദേഹത്തിനും ഒക്കെ നല്ല വേദനയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ഡ്രിപ്പ് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആശുപത്രിയിലാണോ കിടക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു. എങ്കിലും ചുറ്റും മലയാളികളെ കണ്ട് ഞാൻ കരഞ്ഞു. കുഞ്ഞിക്ക എൻ്റെ കൈ പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ചു. അത്രയും ദിവസം കൊണ്ട് ഞാൻ ബത്തയിലെ മലയാളികൾക്കിടയിൽ ഒരു സംസാര വിഷയമായി കഴിഞ്ഞിരുന്നു. ഞാൻ കണ്ണു തുറന്നതറിഞ്ഞ് അവരിൽ പലരും ആ മുറിയിലേക്ക് ഓടിക്കിതച്ചു വന്നു. അവർ ആപ്പിളും ഓറഞ്ചും മുസമ്പിയും മുന്തിരിയും വാഴപ്പഴവും എനിക്ക് സമ്മാനമായി കൊണ്ടുതന്നു. എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ കഥയായിരുന്നു. ഞാൻ എങ്ങനെ ആ രൂപത്തിൽ ആയി എന്ന്, എങ്ങനെ ഞാൻ അവിടെ വന്നു പെട്ടു എന്ന്. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞു നിന്ന ആകാംക്ഷ അതുമാത്രമായിരുന്നു. പക്ഷെ ആരും എന്നോടത് ചോദിച്ചില്ല. 2 ദിവസം കൂടി കഴിഞ്ഞു. ഡോക്ടർ വന്ന് എന്നെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിക്കുകയും എൻ്റെ കയ്യിലെ ഡ്രിപ്പ് ഊരുകയും ചെയ്തതിനു ശേഷം ഒരു രാത്രിയാണ് കുഞ്ഞിക്ക എന്നോടത് പതിയെ ചോദിക്കുന്നത്. എനിക്കൊരു കണ്ണാടി വേണം, ഞാൻ പറഞ്ഞു. എന്തിനാണ് കണ്ണാടി? അടുത്തിരുന്ന കുഞ്ഞിക്ക എന്നോട് ചോദിച്ചു. എനിക്കെന്നെ ഒന്ന് കാണണം. കൂടെയുണ്ടായിരുന്നവർ പരസ്പരം മിഴിച്ചു നോക്കി. എല്ലാവരും തുറച്ചു നോക്കുന്ന, എല്ലാവരും നികൃഷ്ടനായി എണ്ണുന്ന എന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു. ചുറ്റും നിന്നവരിൽ ആരോ ഒരു ചെറിയ കണ്ണാടി കൊണ്ടു തന്നു. ആ കിടപ്പിൽ കിടന്ന് ഏറെ കാലത്തിനു ശേഷം ഞാൻ എന്നെ നോക്കി. ഏറെ നേരം നോക്കി. സത്യത്തിൽ എനിക്കെന്നെ മനസ്സിലായതേയില്ല. അവിടെ കണ്ടതും തീർത്തും ഒരു അപരിചിതനെയാണ്. മുടി പറ്റെ വെട്ടിയിരിക്കുന്നു, താടി വടിച്ചിരിക്കുന്നു. കണ്ണാടിയിൽ കാണുന്നത് നാട്ടിൽ നിന്നും പുറപ്പെട്ട ഞാനേ ആയിരുന്നില്ല, മറ്റാരോ ഒരാൾ. കറുത്ത് മെലിച്ച് കവിളുന്തി പല്ലു പൊങ്ങിയ ഒരു രൂപം. മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ അത് ഞാൻ തന്നെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തീരെ വിശ്വസിക്കുമായിരുന്നില്ല. അന്ന് തളർന്നു വീണ എന്നെ കുഞ്ഞിക്കായും പണിക്കാരും ചേർന്ന് താങ്ങി പിടിച്ച് ഹോട്ടലിൽ കയറ്റിയിരുത്തി വെള്ളവും ആഹാരവും തന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തിച്ചതും ബത്ത മാർക്കറ്റിലെ കുഞ്ഞിക്കായുടെ സ്നേഹവലയങ്ങൾ എല്ലാം ചേർന്ന് അന്നും പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും എന്നെ കുളിപ്പിച്ചതും ഒരു ബാർബറെ വരുത്തി എൻ്റെ മുടിയും താടിയും വടിപ്പിച്ചതും ഡോക്ടറെ മുറിയിലേക്ക് വരുത്തി എന്നെ പരിശോധിപ്പിച്ചതും മരുന്നുകൾ തന്നതും ഒക്കെ കുഞ്ഞിക്ക എനിക്ക് പറഞ്ഞു തന്നു. എന്നാൽ എൻ്റെ അബോധ മനസ്സിൽ പോലും അതേപ്പറ്റിയൊന്നും ഒരു സൂചനയുമില്ല. എല്ലാത്തിനും കണ്ണീരല്ലാതെ മറ്റൊരു മറുപടിയും എനിക്കില്ലായിരുന്നു. മറ്റൊരു സ്നേഹവും എനിക്ക് തിരികെ കൊടുക്കാനില്ലായിരുന്നു. ഒരു സങ്കടമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മുടിയും താടിയും വടിച്ചു കളയുന്നതിന് മുമ്പ് അവരൊരു ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന്. എൻ്റെ ആ പ്രാകൃത രൂപത്തിൽ എന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇന്ന് ആ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എൻ്റെ അനുഭവമല്ലാതെ, എൻ്റെ ഓർമ്മകളല്ലാതെ മറ്റൊരു തെളിവും എൻ്റെ പക്കലില്ല. ആ ദേശത്ത് ഞാൻ എത്തിപ്പെട്ടു എന്ന് സാക്ഷീകരിക്കുന്ന എൻ്റെ പാസ്പോർട്ട് പോലും അർബാബിൻ്റെ കൈവശമായിരുന്നല്ലോ. ഇന്ന് എത്രാം തീയതിയാണ്? ഞാൻ കൂടി നിന്നവരോട് ചോദിച്ചു. 13-ാം തീയതി. ഏതു മാസം? അവരുടെ മുഖം ചുളിഞ്ഞു. ഓഗസ്റ്റ്. ഏതു വർഷം? അവർക്ക് ആകാംക്ഷയായി. 1995. റബ്ബുല്ലാലമീനായ തമ്പുരാനെ, ഞാൻ നെഞ്ചത്ത് കൈവച്ചു. പിന്നെ മനസ്സിലും വിരലിലും കാലം കണക്ക് കൂട്ടി. 3 വർഷം 4 മാസം 9 ദിവസം. കേട്ടവർ തിരിച്ചിരുന്നു പോയി. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് എനിക്കിത്തിരി നടക്കാമെന്നായപ്പോൾ കുഞ്ഞിക്ക എന്നെ ആ മുറിയിൽ നിന്നിറക്കി അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു. കുഞ്ഞിക്ക എന്നെ അതിൻ്റെ മുന്നിലിരുത്തി. നാട്ടിലേക്ക് വിളിക്കണ്ടേ? ഉമ്മയുടെയും ബീബിയുടെയും ശബ്ദം കേൾക്കണ്ടേ? ഞാൻ കരഞ്ഞു. എൻ്റെ വീട്ടിൽ ഫോണില്ലായിരുന്നു. ഞാൻ അടുത്ത ഒരു വീട്ടിലെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അത്രയും കാലം കഴിഞ്ഞിട്ടും ഒരിക്കലും വിളിക്കാത്ത ആ നമ്പർ എൻ്റെ ഓർമ്മയിൽ എങ്ങനെ തെളിഞ്ഞു വന്നു എന്ന് എനിക്കിപ്പോഴും അതിശയമുണ്ട്.
ബോംബെയിൽ നിന്നാണ് ആ നമ്പറിലേക്ക് ഞാൻ അവസാനം വിളിക്കുന്നത്. ഏറെ നേരം കുഞ്ഞിക്ക ആ ഫോണിൻ്റെ ചുവട്ടിൽ ചെലവിട്ടു. നാട്ടിലേക്ക് കണക്ഷൻ കിട്ടുന്നതേയില്ലായിരുന്നു. ഒടുവിൽ അവിടെ ബെല്ലടിച്ചു. അദ്ദേഹം എൻ്റെ കയ്യിൽ ഫോൺ തന്നു. ഞാൻ ആരാണെന്ന് ആ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. എന്നെ മനസ്സിലായപ്പോൾ അല്പനേരം അവരുടെ ശബ്ദം നിലച്ചു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു എൻ്റെ നജീബേ? പിന്നെ അവർ ചോദിച്ചു. എനിക്കുത്തരം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെപ്പറ്റി നാട്ടിൽ പ്രചരിച്ചിരിക്കാൻ ഇടയുള്ള കഥകൾ ഞാൻ സങ്കല്പിച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക്, ഞാൻ നിന്റെ ഭാര്യയും വിളിച്ചു കൊണ്ടുവരാം, അവർ പറഞ്ഞു. ആ 15 മിനിറ്റ് അതിന് മുൻപിലത്തെ 3.5 വർഷത്തേക്കാളധികം നീളമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാത്തിരുന്ന് ഒടുവിൽ കുഞ്ഞിക്ക വീണ്ടും ഫോൺ എടുത്ത് കറക്കി. അന്നേരം അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ബെല്ലടിച്ചു. കുഞ്ഞിക്ക ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഹലോ എന്ന് വിളിച്ചതേയുള്ളൂ. അപ്പുറത്ത് എൻ്റെ സൈനുവിൻ്റെ ഒരു വലിയ നിലവിളി ഞാൻ കേട്ടു. പിന്നെ ഏറെ നേരം ഞങ്ങൾ ഇരുവരും കരയുക മാത്രം ചെയ്തു. അവളൊന്നും ചോദിച്ചില്ല. എവിടെയായിരുന്നു, എന്താണിതുവരെ വിളിക്കാഞ്ഞത്? അവിടെ ഇരുന്ന് അവളെൻ്റെ മനസ്സ് വായിച്ചിരിക്കണം. കുറെ കരച്ചിലിന് ശേഷം അവർ പറഞ്ഞു, നമ്മുടെ മോൻ നബീൻ ഈ വർഷം മുതൽ ബാലപാടിയിൽ പോയി തുടങ്ങി. അവനെ കാണണ്ടേ? എന്നാ വരുന്നേ? പിന്നെ നമ്മുടെ ഉമ്മ പോയി. കഴിഞ്ഞ കൊല്ലം ഇക്കയെപ്പറ്റി ഒരു വാക്കറിയാതെ നെഞ്ച് വിങ്ങി. പിന്നെ എനിക്കെന്തെങ്കിലും കേൾക്കാൻ ശക്തിയുണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ വെച്ചു. ഞാൻ മനസ്സിൽ വിങ്ങി, മുഖം പൊത്തിക്കരഞ്ഞു. കുഞ്ഞിക്ക എന്നെ സമാധാനിപ്പിച്ചു. ഇത്രയൊക്കെ സഹിച്ചില്ല നജീബേ. എല്ലാം പടച്ചോൻ തരുന്നതാണെന്ന് കരുതുക. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. കുഞ്ഞിക്കായുടെ സ്നേഹമുണ്ടുകൊണ്ട് പിന്നെ 3 മാസക്കാലം ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് എൻ്റെ മുറിവുകൾ ഉണങ്ങി, കാലിലെ നീര് പറ്റി. ഞാൻ എൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. അതിനിടയിൽ പല സമയത്തായി കുഞ്ഞിക്കായോടും സ്നേഹിതരോടും ഞാൻ എൻ്റെ കഥ പറഞ്ഞു. പലരും അവിശ്വസനീയം എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. ചിലർ മാത്രം എന്നെ വിശ്വസിച്ചു. വിശ്വസിച്ചവർ തന്നെ ഇബ്രാഹിം ഗാദാരിയുടെ അപ്രത്യക്ഷമാകലിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ ബാക്കി കഥകൾ വിശ്വസിച്ചത്. അവർ ചോദിക്കുന്നത് ശരിയാണ്. എനിക്കതേപ്പറ്റി കൃത്യമായ ഒരു വിശദീകരണം നൽകാനാവുന്നില്ല. ഇബ്രാഹിം ഗാദാരി, എൻ്റെ രക്ഷകൻ, മരുഭൂമിയിലെ എൻ്റെ വിമോചകൻ, എൻ്റെ മൂസാ നബി, എന്നെ രക്ഷയുടെ പടിവാതിൽക്കൽ വരെ എത്തിച്ചിട്ട് ആ രാത്രി എവിടെയാവും അപ്രത്യക്ഷനായത്? നിങ്ങളെപ്പോലെ എനിക്കും അറിയില്ല. ഞാൻ സൗഖ്യം പ്രാപിച്ചു വരുന്നതിനിടയിലാണ് ഹമീദ് കുഞ്ഞിക്കായുടെ മുറിയിൽ അഭയം തേടുന്നത്. ഒരു അറബിയുടെ തോട്ടത്തിൽ കൃഷിയായിരുന്നു അവന് പണി. രാവോളം പണിയും നിറയെ മർദ്ദനങ്ങളും കുറച്ച് കൂലിയും. സഹിക്കാനാവാതെ വന്നപ്പോഴാണ് അവൻ അവിടുന്ന് ഓടിപ്പോന്നത്. മുറിയിൽ അവനെ കൂട്ടുകിട്ടിയത് എനിക്കൊരാശ്വാസമായിരുന്നു. കുഞ്ഞിക്കായും പണിക്കാരും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിൽ തനിച്ചിരിക്കുക എന്ന വലിയ ഏകാന്തത എനിക്കങ്ങനെ മാറിക്കിട്ടി. അതെൻ്റെ ജീവിതത്തെ സന്തോഷഭരിതമാക്കി. പിന്നെ നിരവധി ദിവസത്തെ ആലോചനകൾക്കും നിരവധി പേരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കുമൊടുവിലാണ് ഇനിയും വെച്ച് താമസിക്കാതെ പോലീസിന് പിടികൊടുക്കാൻ ഞങ്ങൾ ഇരുവരും തീരുമാനിക്കുന്നതും അങ്ങനെ ജയിലിൽ എത്തിപ്പെടുന്നതും.